ഇവിടെ ഫുൾ ഇങ്ങനത്തെ കടകളാണുള്ളത്, അല്ലാതെ പ്രത്യേകിച്ച് അറിയില്ല. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ പ്രത്യേകത മാത്രമാണ് മെയിനായിട്ട് സംഭവങ്ങൾ. പിന്നെ ഇതുപോലത്തെ കടകൾ ഉണ്ടോ, വൂളൻ ജാക്കറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ മാഗ്നറ്റ്സ്, പിന്നെ ഇങ്ങനെ ഡെക്കോർ, വോൾ ഡെക്കോർ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗത്ത് അതുപോലെ തന്നെ കുറേ രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സ്പൂണ്, സവാള, ഇവിടെ നിന്ന് എന്തെങ്കിലും ബുക്കറാന്ന് എഴുതിയേക്കണ മാഗ്നറ്റ്സ് എല്ലാം മേടിക്കണം എന്ന് എനിക്കുണ്ട്. ഇവിടെ കുറച്ച് രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു മാഗ്നറ്റ്സ്, നല്ല പടങ്ങൾ. ഈ പടമൊക്കെ ഇതുണ്ടോ, നൂല് വെച്ചിട്ട് ഇതാക്കി ഉണ്ടാക്കിയിരിക്കുക. ഇത് പെൻസിൽ ബോക്സോ, ചെസ്സ്, നല്ല രസമല്ലേ? അതെനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. കുഞ്ഞ് കുഞ്ഞ്, ഹായ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ മേടിച്ചു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതിൻ്റെ പടമുള്ള മാഗ്നറ്റൊന്നും ഇല്ലായിരുന്നല്ലേ? ഇതുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ പടമുള്ള മാഗ്നറ്റ്സ് അവിടെ എന്താ കോളോ? അവിടെയായിട്ടൊരു കോളമുണ്ട്. അവിടെ നമ്മൾ അവിടെ നിന്ന് ആദ്യം കണ്ട ആ കുളം ഇവിടെ ഭയങ്കര സൗണ്ടാണ്, എന്തോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആ കുളം. പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ കുളത്തിൽ, ചെളി പിടിച്ചെടുക്കണ്ട്. ഇത് പീക്ക് ടൈംസിൽ ചുറ്റും കസേരയും റെസ്റ്റോറൻറ്റ്സ്. ഇപ്പോഴും എന്തൊക്കെയോ ഉണ്ട്. ഓക്സിജൻ വലിയ കടകളൊന്നും ഇല്ലല്ലോ, മൂടിയിട്ടേക്ക്. കടക്കാരനൊക്കെ ഉറങ്ങുമോ? പിന്നെ ഒരു റൂം പോലെയാ. അതെ, ഇവിടെ എന്തൊക്കെയോ വിൽക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് ഇതെന്താ, മാല, കമ്മൽ. ഇവിടെ ക്രോഷേ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാ കടയും അടച്ചിട്ടേക്ക്. ആകെ അവിടെ ഒരു 1-2 കട മാത്രമേ തുറന്നിട്ടുള്ളൂ, പക്ഷെ ആൾക്കാരുണ്ട്. അവിടെ കൂടി ഡക്ക് ഒഴുകി കിടക്കുന്നുണ്ട്. അതിന് സൂം ചെയ്യാനായിട്ട് പറ്റാമോ? സൂം ചെയ്താലും എത്ര കാണില്ല. ഇവിടെ എല്ലാ ബിൽഡിങ്സും ഇതുപോലെയാ. അവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, കൗണ്ടർ പോലെ എന്തോ ഉണ്ട്. ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു.
ടൈൽസാണ് ഇത് മൊത്തം. കുഞ്ഞു കുഞ്ഞു ടൈൽസ്. നല്ല രസമുണ്ടല്ലേ. ഇനി നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് നടക്കാം. ഇതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ടാക്സിയിലത്തെ ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും എന്താ ഓരോ സ്ഥലങ്ങൾ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ. വേണമെങ്കിൽ നമുക്ക് അതെടുക്കാവുന്നതാണ്. പിന്നെ ബാർഗെയിൻ ചെയ്ത് എല്ലായിടത്തെ പോലെ തന്നെ കുറയും പൈസ. നമ്മളപ്പം നമുക്കിങ്ങനെ നടന്ന് എല്ലായിടത്തേക്കും പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ കണ്ട് എല്ലാം കണ്ട് അവിടെ ഇവിടെ ഇരുന്ന് ഒക്കെ പതുക്കെ പോകാമല്ലോ. ധൃതി പിടിക്കണ്ടല്ലോ. നമുക്ക് എന്തായാലും ഒരു 1 ഡേ സമയമുണ്ട്. എനിക്ക് ബുക്കറയിൽ നമുക്കൊരു 1 ഡേ ഒക്കെ മതി ഫുള്ള് കാണാനായിട്ട് എല്ലാം. അവിടെ വൂളൻ ക്യാപ്പുണ്ട്. അതിങ്ങനെ കുറേ ഷോപ്പുകളാണ്. ഷോപ്പിങ്ങിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നത്. അവിടെയും കുറേ മാഗ്നറ്റ്സ് ഉണ്ട്. അവിടെ കുറേ മാഗ്നറ്റ്സ് ഉണ്ട്. അവിടെ നല്ല രസമുള്ള ബാഗൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര പൈസ കൂടുതൽ അവർ ആദ്യം പറയണേ. പിന്നെ ബാർഗെയിൻ ചെയ്തുകൊണ്ടൊക്കെ സമയം എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ പോയി ചോദിക്കുന്നില്ല. ഇവിടെ കണ്ടോ ഈ തൊപ്പി, ഇവിടുത്തെ മെയിൻ തൊപ്പി. ഇവിടെ മിക്ക ആൾക്കാർക്കുള്ളൊരു തൊപ്പിയാണ് ഈ തൊപ്പി. കളിച്ചോട്ടെ. ഈ തൊപ്പിയാണ് ഇവിടെ മിക്ക ആൾക്കാർക്കുള്ളത്. അതിൻ്റെ ഒന്ന് വില ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കാണുമ്പോൾ ചോദിക്കാം. അവിടെ ആളെയൊന്നും കണ്ടില്ല. നമ്മൾ പിന്നെയും കുറച്ച് മാഗ്നറ്റ് അടിച്ചു. അവിടെ ഒരു പൂച്ചയൊക്കെ വന്ന് നമ്മളടുത്തിരുന്നു. ആ പൂച്ചയ്ക്ക് അവിടെ ഒരു അമ്മമ്മ തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കും. അങ്ങനെ ആ പൂച്ച ഭയങ്കര ഗുണ്ടായിട്ടിരിക്കുക. ഇവിടെ എല്ലാ പൂച്ചകളും ഭയങ്കര ഗുണ്ടുമണി പൂച്ചകളാണ്. പ്രാവ് ആ തണുപ്പ് കൊണ്ടും ഉണ്ടാവും. പക്ഷെ പൂച്ചകളൊക്കെ നല്ല നല്ല തടിയായിട്ടിരിക്കുന്നു. പൂട മാത്രമല്ല തടി അല്ലേ. നല്ല ഉരുണ്ട് മുഖമൊക്കെ ഭയങ്കര വലിയത്. ഇത് തോടങ്ങാണ്ടാണത്. ഇടയിൽ കൂടി ഒരു പാലം. ഇതുണ്ടോ ഇവിടെ ചുറ്റും നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ബിൽഡിങ്സ്. ഇത് ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷയാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷയാണ് ഈ സംഭവം. ഇവിടെ ഒന്നും ആളില്ലല്ലേ. അതുകൊണ്ട് ഭയങ്കര സൈലൻസ്. ഭയങ്കര Biegać gadu. ഇത് ഇവിടുത്തെ മാർക്കറ്റ്. ഇതേ ഇവിടെ കണ്ടോ മറ്റേ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ജാക്കറ്റ് ആരും ഇട്ടൊന്നും കണ്ടില്ല. എല്ലാ കടകളിലും ഈ സംഭവം തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കത്രിക. ഇത് പക്ഷിയുടെ പോലെ ചിറകൊക്കെ ഉള്ള കത്രിക. കത്രിക തന്നെ ഇല്ല ഇത്. പാവ മറ്റേ തൊപ്പി. നല്ല രസമില്ലേ. ഇവിടെ കടകള്, പാത്രങ്ങൾ കണ്ടോ ഇവിടുത്തെ. വെയിൽ കൊണ്ട് തണുപ്പുമില്ല, അങ്ങനെയാണ്. അതായത് കൈയൊക്കെ നമുക്ക് മരവിച്ച് ഇങ്ങനെ പോകണ പോലെ ഉണ്ട്. എന്നാൽ മുഖത്തേക്കൊക്കെ വെയിലടിക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. രാത്രിയൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. നല്ല ബാഗ്. ഇത് പിന്നെയും സാധനങ്ങൾ. ഇതെന്ത് ഈ വടി പോലത്തെ സാധനം തലേ കുത്തണാണോ? പെൻസിലാണോ? ഉണ്ടോ
മദ്രസ. ഇവിടെ നോക്കുമ്പോൾ ആ ബ്ലൂ കളർ ഇങ്ങനെ ഇടയിൽ കാണുന്ന നല്ല എവിടെ ഇവിടെ അവിടെ നല്ല രസമുണ്ട് അല്ലേ. വെയിൽ. ഇവിടെ ആൾക്കാർ ഇതേ അങ്ങനത്തെ ആ സൈക്കിളല്ല ആ സാധനത്തിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 360 ഡിഗ്രിയുടെ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ എന്തോ കയറിയിരിക്കണ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കണുണ്ടോ അത് 360 ഡിഗ്രിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പൈസ ഉണ്ടാവും, അതിൻ്റെ ആൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് കുറച്ചും കൂടി അടുത്തേക്ക് പോയി കാണിച്ചു തരാം. അതിൽ കുറേ പേര് ഇങ്ങനെ പിള്ളേരാണ് അതിലൊക്കെ കയറി ഇങ്ങനെ നടക്കണേ. സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കണ്ടു ഞാൻ പേടിയോ ഇപ്പോൾ വീടുന്നു തോന്നും. 1514 ആ ഇയർലി പണിതാണോ അപ്പോൾ? 500 വർഷം പഴക്കോ? ഓ മൈ ഗോഡ്. നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട്. പക്ഷേ ഇവിടെ കുറേ ഇത്രയും പഴയ സാധനമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ സംഭവങ്ങൾ. ഇവിടെ ഈ മുകളിലൊക്കെ കാണുന്ന കുറേ ബ്ലൂ കളറിൻ്റെ അവിടെയുള്ള വൈറ്റ് കളേഴ്സ് ആ ടൈൽസൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ കല്ല് കണ്ടോ, വൈറ്റ് കളർ കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ. ആ ടൈൽസ് പൊളിഞ്ഞു പോയ ഭാഗമാണ് ആ വൈറ്റായിട്ട് ഇപ്പോൾ കാണുന്നത്, അതായത് ഉള്ളിലത്തെ കല്ല്. ഇതിൻ്റെ നടുക്ക് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗോപുരം പോലെയൊക്കെ ഉണ്ട്. ബോറ അവിടെയാണ്, ഇതാണ് ആ സംഭവം. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ കുറേ അവിടെ ആ സൈഡിലായിട്ട് കുറേ എന്തൊക്കെയോ ഇങ്ങനെ സൈക്കിളുകൾ, പിന്നെ ഈ പിള്ളേരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ കുഞ്ഞു കളിപ്പിക്കുന്ന വണ്ടികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ എന്തൊക്കെയോ റൈഡ്സ്, കുഞ്ഞു റൈഡ്സ്, അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് അവിടെ. ഇവിടെ ഇതൊരു കുറച്ച് ആൾക്കാരുള്ളൊരു ഏരിയ ആണ് ഇവിടെ. ബാക്കി സ്ഥലങ്ങളൊക്കെ മൊത്തം കുറച്ചും കൂടി ആൾക്കാരൊക്കെ കുറഞ്ഞ് അങ്ങനത്തെ ടൈപ്പ് സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ മിക്കവാറും ടിക്കറ്റ് ഉണ്ടാവും. എന്താ ഇതിൻ്റെ ഉള്ളിൽ അറിയോ? നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഒരാൾക്ക് 40,000 സോമാണ്. അത് ഇവിടെ മറ്റേ ഉണ്ടകൾ, മറ്റേ എന്തായാലും പറഞ്ഞേ ക്യാനൺ ബോൾസ്, പിന്നെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ എക്സിബിഷൻ പോലെ എന്തൊക്കെയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞ്. ഇവിടെ കണ്ടോ അവരുടെ ചട്ടി, കുടം, അങ്ങനെ എന്താ സാധനം, ഷോൾസ്, നല്ല രസമല്ലേ. അങ്ങനെ കുറേ പടങ്ങൾ. പിന്നെ ഇങ്ങോട്ടേക്ക് കയറുമ്പോഴാണെങ്കിലും ഇവിടെയൊക്കെ അതെ ഫുൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഇത് കടകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊക്കെ ഉണ്ട്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കണ്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുക്കറ ഫുള്ള് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്ലൂ കളർ
ഉരുണ്ടിരിക്കും, തൊപ്പി പോലെ. നല്ല രസമുണ്ട്. എവിടെ WC എന്നൊക്കെ എഴുതി വെച്ചേക്കണതൊക്കെ വാഷ്റൂംസാണ്. അറിയായിരിക്കുമല്ലോ, അറിയില്ല. എന്തൊക്കെ ഉണ്ടല്ലോ. ഓ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പോട്ടുകൾ അങ്ങനെ. അത് ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് മുകളിൽ. അവിടെ എന്ത് ഇതൊക്കെ കൊണ്ട് എത്ര പേർക്ക് അടി കിട്ടിയിട്ടുണ്ടാവും. അയ്യോ ചാട്ടം. പിന്നെ അവരുടെ ഇങ്ങനെ പഴയ പാത്രങ്ങൾ, കുടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ. ചാട്ട കണ്ടപ്പോൾ കാണിക്കാൻ തോന്നി. ബാക്കി ഇങ്ങനെ കോയിൻസ്, പാത്രത്തിൻ്റെ കഷ്ണം, ടൈലിൻ്റെ കഷ്ണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ അവരുടെ ഡ്രസ്സ്, ചാക്ക് ഡ്രസ്സോ എന്താ, വാള്, ഹെൽമെറ്റ്, അയൺ ഹെൽമെറ്റും ഉടുപ്പ്, ചെയിനാണ്. ചാക്കല്ല അത്, ചെയിൻ കൊണ്ടുള്ള ജാക്കറ്റാണ് അത്. അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഓരോരുത്തർ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇനി ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ്, ഇങ്ങനത്തെ അല്ലറ സാധനങ്ങൾ. ഹായ്, നല്ല രസം. ആമ. ഇവിടെ എന്തോ ആർക്കിയോളജിക്കൽ പാർക്കെന്ന് എഴുതി ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞു. കുറച്ചേ മനസ്സിലായുള്ളൂ. ഇതെന്താ, ആ ബിൽഡിങ്ങിൻ്റെ തന്നെ ഭാഗമാണ്, പക്ഷെ അതിൽ പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ ഇടിഞ്ഞു കിടക്കുക. ഇവിടെ ആരോ ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങോട്ട് ആരോ ഇട്ടിട്ടുണ്ട്. ഈ ബിൽഡിങ് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് കിടക്കണ പോലത്തെ സ്ഥലങ്ങളാണ് ഇവിടെ. ഇവിടെ ഇടിഞ്ഞ് പോവോ താഴോട്ട്? ബാക്കിന്ന് വെയിലടിക്കണ കാരണം ഇരുണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് ആൾക്കാരിങ്ങനെ പൊക്കത്തൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നാൽ നമുക്കിങ്ങനെ വ്യൂ കിട്ടും. അവിടെയൊക്കെ റെഡ് കളറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടേക്കൊക്കെ പോയി ചിലപ്പോൾ അത് ഇടിഞ്ഞ് താഴെ പോയിരിക്കും. ഇതെന്താ ഇതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണേ? ആർക്കിയോളജിക്കൽ സൈറ്റ്. അപ്പോൾ ഇവിടേക്ക് ഇത് ഉണ്ടായിരുന്നോ? ഇതെങ്ങനെയായിരുന്നു? ഇതെന്താ കോട്ടയോ? അതിന് ടോപ്പാണത്. ഓ, എവിടെ നോക്കുമ്പോൾ ഒരു സ്ഥലത്തൊരു ബ്ലൂ കളർ ഒരു തൊപ്പി പോലൊരു സാധനം കാണാം. ഇത് കുറച്ച് വ്യത്യാസമുണ്ടല്ലേ ഈ ബിൽഡിങ്, ബാക്കിയുള്ള ബിൽഡിങ്സ് പോലെയല്ല. കുറച്ചിങ്ങനെ വേണ്ട വേണ്ട അതെന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ മലയാളത്തിൽ പറഞ്ഞു, എന്തായാലും ഇംഗ്ലീഷ് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. പിന്നെ മലയാളത്തിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഇതുണ്ട് ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ കുറേ നമുക്കിങ്ങനെ എന്താ ബാക്കിയുള്ള ബിൽഡിങ്സിനെ പോലെ അല്ല ഇത്, അല്ലേ? ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് ഇത് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നി ബാക്കിയുള്ള ബിൽഡിങ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇതാണ് ആ മുസ്ലിം. ഹേയ് ഗായ്സ്, അപ്പം നമുക്കിപ്പോൾ ബുക്കറ എങ്ങനെയാണ് രാത്രി എന്നുള്ള കണ്ടേ, രാത്രിയിലത്തെ വ്യൂ. ലെറ്റ്സ് സീ.
ഇവിടെയൊക്കെ കാണാനായിട്ട് എന്ത് രസമാണെന്നറിയോ, ഏതോ ഒരു എന്താ അറബിക് നാട്ടിൽ ചെന്ന പോലെ ഉണ്ട് അല്ലേടാ. മാജിക്കൽ ഭയങ്കര. അതിൻ്റെ ഒപ്പം അവിടെ ഒരു സ്റ്റാറൊക്കെ ഉണ്ട് ആകാശത്ത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിപ്പോൾ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മലയാളികളാന്ന് തോന്നുന്നു. ഒരു മലയാളം കേട്ടു. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് മലയാളം കേൾക്കണേ. ഇന്ത്യക്കാരെ പോലും അങ്ങനെ അധികം കണ്ടിട്ടില്ലല്ലേ. എല്ലാം ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഡിസംബർ എന്ന് പറഞ്ഞാൽ ഓഫ് സീസണാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ എപ്പോഴാണ് തന്നെ ഏത് മന്താ സമ്മറിൽ ആണ് തന്നെ. എപ്പോഴാണ് സമ്മർ സീസൺ ഓട്ടം സീസണിലൊക്കെയാണ് ഇവിടെ ആൾക്കാർ തന്നെ. കൈയൊക്കെ മരവിച്ച്. ഗ്ലൗസ് ഒന്നും ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ 1 ഡിഗ്രി ആയിട്ടുണ്ടാവും. ഇനി രാത്രി ആകുമ്പോഴത്തേക്കും -ആവും. -1 ആവും. ഇവിടെ മൊത്തം സാധനങ്ങളൊക്കെ ആൾക്കാർ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ വന്ന വഴി അതൊക്കെ. അപ്പോൾ ആ കച്ചവടത്തിലെ ആൾക്കാരൊക്കെ മിക്കവരും പോയിക്കൊണ്ടിരിക്കുക. ആർക്കും ഈ -ൽ നിൽക്കാൻ വയ്യെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് തണുത്തിട്ട് വായൊക്കെ ഇങ്ങനെ ഈ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമുക്ക് നാക്ക് കുഴയില്ലേ, അതുപോലെ തോന്നുന്നു. ഇവിടെയൊക്കെ അടച്ചടിച്ച് പോവാ. ആ സ്കൈ ആണെങ്കിൽ ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കണം. ഒരു മേഘം പോലും ഇല്ല. അതുകൊണ്ട് സ്റ്റാർസൊക്കെ നല്ല ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. വീഡിയോയിൽ കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റൊക്കെ അടച്ചോ? ഇവിടെയൊക്കെ ലൈറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ കൈയൊക്കെ മരച്ചിട്ടെങ്കിൽ കുത്തിക്കഴിഞ്ഞാൽ ഇതായി പോണ പോലെ. നല്ല തണുപ്പാണ്. ഞാൻ വിചാരിച്ച ബുക്കറയിൽ തണുപ്പ് കുറവായിരിക്കുന്ന. താഷ്കെൻഡിലെക്കാട്ടിലും തണുപ്പ് ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ മഞ്ഞ് അങ്ങനെ വീണൊന്നും കിടക്കുന്നില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഉരുകിപ്പോയ മഞ്ഞുകളാണ്. പക്ഷെ മറ്റേ സ്ഥലത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ല. അവിടെയൊക്കെ 1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മഞ്ഞും കൂടി വീണെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ സ്നോ ഒക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ സ്നോ ഒന്നും വീണ ലക്ഷണമൊന്നും കാണാനില്ല. ആകെ ആ കുറച്ചെണ്ണമല്ല, കുറച്ച് അവിടെ ഇവിടെ കണ്ടതല്ലാതെ. കറക്റ്റ് ഇവിടെ ബിൽഡിങ്സിൻ്റെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അതിന് ഒരു ഭംഗി കൂട്ടാൻ ഇട്ടേക്കണ പോലെ, ഒരു പൊട്ടിട്ട പോലെ അല്ലേ. നല്ല രസമുണ്ട് കാണാൻ. ഈ കടയൊക്കെ അടച്ചോ? ആ എല്ലാരും വീട്ടിലേക്ക് ഓടുക തണുപ്പ് കാരണേ. അപ്പൊ എങ്ങനെ തണുപ്പ് കൈയൊക്കെ മരവിച്ചിട്ട് മടക്കാൻ ഒരു ഫോണൊന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. കൈ മരവിച്ചിട്ട്. ഞാൻ ഒരു കയ്യിലേ ഗ്ലൗസ് ഇട്ടിട്ടുള്ളൂ. ഈ കയ്യിൽ മാത്രമേ ഗ്ലൗസ് ഇട്ടുള്ളൂ. മറ്റേ കൈ ഞാനിങ്ങനെ ഇത് പിടിക്കണോണ്ട്, ക്യാമറയും ഫോണൊക്കെ എപ്പോഴും പിടിക്കണോണ്ട് ഒരു കയ്യിൽ ഞാൻ ഊരി വച്ചേക്കുക. അപ്പോൾ ഇല്ല, ഗ്ലൗസ് ഇട്ട് നമുക്ക് തൊടാൻ പറ്റും. പക്ഷേ ഭയങ്കര പാട്, കയ്യിലിങ്ങനെ നിൽക്കാത്ത പോലെ ചാടിപ്പോണു ക്യാമറയൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടുകൊണ്ടിരിക്കും ചൂട് കിട്ടാൻ വേണ്ടി. ഈ കടയൊക്കെ ഒരു സാധനങ്ങളൊക്കെ അകത്തേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ ആ ശരിയാ. ആ ഞങ്ങൾ ലഞ്ച് കഴിച്ചത് 6 മണിക്ക്, 5:30. ഇവിടുത്തെ ആ ബ്രെഡ് ഉണ്ടെങ്കിൽ ഒരു ബ്രെഡ് കൊണ്ട് 2 പേർക്ക് കഴിക്കാം. അത് കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. അതാണെങ്കിൽ പൈസ കുറവാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡുമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഉള്ളിലേക്ക് കയറി. ഇതൊക്കെ നമ്മൾ രാവിലെ വന്നിട്ടുണ്ട്. മറ്റേ വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ രാവിലെ വന്ന വീഡിയോ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ചെറിയൊരു ചൂട് കിട്ടുന്നുണ്ട്.
എങ്ങോട്ടാ? പക്ഷെ ഇവിടെ വണ്ടി വന്നാലും നമ്മളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ലോ ചെയ്യും. കൈ കാണിക്കൊന്നും വേണ്ട. ആൾക്കാർ ക്രോസ് ചെയ്യാനുണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വണ്ടി നിർത്തും. എല്ലാവരും അങ്ങനെയാണ്. ആരും അങ്ങനെ ജെറ്റിട്ട് അതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ ധൃതി കൂട്ടലൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡും അങ്ങനെ അധികം നോക്കേണ്ട തന്നെ ആവശ്യമില്ലല്ലേ. വണ്ടിയൊക്കെ നിർത്തും ക്രോസ് ചെയ്യണ സമയത്ത്. ഇങ്ങനെ എന്നാലും നമ്മൾ ഒരു കെയർ വേണം. സീബ്ര ക്രോസിംഗ് ഒക്കെ ആണെങ്കിൽ അവർ 2 ലൈറ്റും ഒരു പാർക്കിംഗ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്തോളാനുള്ള ഒരു സിഗ്നൽ അവരുടെ. ഒരു പുതിയൊരു സ്റ്റെപ്പ്. എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ഉണ്ട്. ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടോ? ഇല്ല. ഇന്ത്യൻ ഫ്ലാഗ് അല്ല. നമ്മൾ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്രണ്ടിലല്ലേ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടത്? കുറേ ഫ്ലാഗുകളുടെ കൂട്ടത്തിൽ ഒരറ്റത്ത് ചുരുണ്ടിങ്ങനെ കിടക്കണ്ടായിരുന്നു ഇന്ത്യൻ ഫ്ലാഗ്. ഇപ്പോൾ ആയിന്നൊക്കെ പുക വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കടകളല്ലേ. ഇപ്പം ചിലപ്പോൾ രാവിലെ അടച്ചിട്ട കടകളൊക്കെ ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവും. അതെ, അവിടേക്ക് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന റൂമിലൊരു ഒഹൂൻ കാരവാൻ സറൈന. ഒഹൂൻ കാരവാൻ സറൈ. അപ്പം ലാസ്റ്റ് മേടിച്ച സ്ഥലത്തുനിന്ന് ഏറ്റവും കുറവ് പൈസ മേടിച്ചു. അതൊരു കൊച്ചായിരുന്നു സെയിൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ കൊച്ചിന് കള്ളത്തരം അറിയാത്തതുകൊണ്ട് ആ കൊച്ച് ശരിക്കുമുള്ള പൈസ മേടിക്കുക ചെയ്തത്. ആ കൊച്ചിങ്ങനെ പേര് ചോദിച്ചു, വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, എവിടെ പോവാ, എവിടെ നിന്ന് വരിക, അങ്ങനെയൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആ കൊച്ച് ഒരു പാവമായിരുന്നു തോന്നുന്നു. അത് നമ്മുടെ അടുത്തുനിന്ന് ഒരു കുപ്പി വെള്ളത്തിന് 25,000 സോവാണ് മേടിച്ചത്. ബാക്കിയുള്ളവർ 4,000, 5,000 അങ്ങനെ. പിന്നെ ഇവിടെ വെള്ളം മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടലിലെത്തി. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടൽ ഒഹൂനിലെത്തി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ വെള്ളം മേടിക്കുമ്പോഴത്തേക്കും വാട്ടർ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് അവർ നമ്മളോടേക്കും ഗ്യാസ് വേണോ നോ ഗ്യാസ് വേണമെന്ന്. അതായത് നോ ഗ്യാസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നതാണ് സാധാ വെള്ളം. ഗ്യാസ് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു സോഡ ആയിരിക്കും എടുത്തു തരാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. വെള്ളം എന്നും പറഞ്ഞ് ഒരു കുപ്പി അത് മേടിച്ചു. അപ്പോൾ ആ ചേച്ചി ഗ്യാസ് നോ ഗ്യാസ് അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഗ്യാസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങൾ തലയാട്ടി എന്നാൽ അതെങ്കിൽ അതെന്ന് പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിലങ്ങനെ ഐഡിയ അല്ലേ അവർ സോഡയ്ക്ക് നോ ഗ്യാസ് ഗ്യാസ് വെള്ളം എന്നാണ് പറയണേന്ന്. എന്നിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് പിന്നെ പിഷ് എന്നൊരു ഒച്ച. പിന്നെ ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇനി അങ്ങനെ വേണം മേടിക്കാൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ബുക്കറയുടെ നൈറ്റ് കാണിക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ റൂമെത്തി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.